ഈ ഒരു ആറ് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തോരം വെള്ളമൊക്കെ ഉണ്ടായിരുന്ന ആറായിരുന്നു. ഇപ്പം ഈ കൊട്ട ഉണക്കായതുകൊണ്ടാണ് വെള്ളമൊന്നും ഇല്ലാത്തത്. പണ്ട് ഇതിലെ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ വരുമ്പോഴേക്കും ഇതാ കാണുന്ന വഴിയില്ലേ, അതുവഴി ഇറങ്ങി റോഡാണ് അതിന് കുറച്ച് മുകളിൽ. ആ റോഡേ ഇറങ്ങി ഈ വഴിയേ വന്നു ആറിൽ ഇറങ്ങി വെള്ളം കുറവായിരിക്കുന്ന സമയത്ത് ഈ വഴിയേ കയറി വന്ന് ഇങ്ങനെ പോകുമായിരുന്നു. ഈ വഴിയേ കൂടി പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അവിടെയെങ്ങും വഴിയൊന്നുമില്ല. ഇപ്പം വഴിയുണ്ട്, പക്ഷെ അതിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയാണ്. പിന്നെ ഇവിടെ ഒരു ഭയങ്കര മാവുണ്ട്, കണ്ടോ? വലിയ മാവാണ്, നാട്ടുമാവാണ്. കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അപ്പോഴൊന്നും വരാൻ പറ്റിയില്ല. ഇപ്പം കുറച്ച് നേരമൊക്കെ കുറച്ച് സന്ധ്യയായി വരുന്നുണ്ട്. തറയിൽ നോക്കാതെ നടക്കാനും പേടിയാണ്. ഈ സ്ഥലമൊക്കെ നല്ല കാടായി കിടക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും 2-3 മാങ്ങ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേരിൻ്റെ ഭാഗം കണ്ട് എന്തൊരു വലിയ മാവാണ്. പകലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഈ മാവിൻ്റെ സൈഡിൽ കൂടിയായിരുന്നു പണ്ട് നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നു. ഇവിടെ ഒരാൾ മാങ്ങയൊക്കെ കഴിക്കുന്നുണ്ട്. തറയിൽ നോക്കാതെ നടക്കാൻ പറ്റില്ല, പേടി. ഇപ്പോൾ ഇവിടെ അതിരിന് പകരം ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മുകളിലൊക്കെ കാട്, ഏലം പോലെ തോന്നുന്ന എന്തോ ഒരു സംഭവം. ഇതിലേക്ക് ഇത്ര കാടെന്ന് വന്ന് ഒരുപാട് ആൾക്കാർ നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴിയായതുകൊണ്ട് ഇവിടെ എവിടെയോ മാങ്ങ വീണു, സൗണ്ട് കേട്ടു. പക്ഷെ ഇനി പോയി എടുക്കാൻ വയ്യ, പേടി. നേരെ സന്ധ്യയായി തുടങ്ങി. ഞാൻ ഈ സ്ഥലത്തോട്ടൊക്കെ വന്നിട്ടൊരു 5-6 വർഷം എങ്ങനെയായാലും ആവും. അതുവരെ ഇങ്ങനെ ഇതുവഴിയൊക്കെ മിക്ക ദിവസങ്ങളിലും വരുമായിരുന്നു. പണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഓടിക്കളിച്ചിരുന്ന മുറ്റവും. വല്ലപ്പോഴും ഇവിടെ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ വെക്കേഷന് വരുമ്പോൾ ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്ന സ്ഥലമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.